പ്രധാനമന്ത്രിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യത്തിൽ ആതങ്കവാദ് पर आपने पाकिस्तान की बात पर भरोसा क्यों किया എന്നാണ്. എന്തുകൊണ്ട് പാകിസ്ഥാനെ വിശ്വസിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന ചോദ്യം രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ ശ്രീ മോഹൻ വർഗീസ്, ഇതിൽ എന്ത് പ്രസക്തിയാണ് താങ്കൾ കാണുന്നത്? ഒരു പ്രതിപക്ഷ നേതാവ് ചോദിക്കേണ്ട ചോദ്യങ്ങൾ തന്നെയാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. പക്ഷേ അതിൻ്റെ സമയക്രമത്തെക്കുറിച്ചാണ്, അതിൻ്റെ രീതിശാസ്ത്രത്തെക്കുറിച്ചൊക്കെയാണ് ഇവിടെ തർക്കമുള്ളത്. ഇപ്പോൾ സാങ്കേതികമായി പറഞ്ഞാൽ ഭാരതം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ, ആ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഉദ്ദേശം ലാൻഡ് പിടിച്ചെടുക്കുക എന്നത് അല്ലായിരുന്നു. വ്യക്തമായി ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നയതന്ത്ര പ്രതിനിധികളോട് പറഞ്ഞതാണ്, ദ എയിം ഓഫ് ഓപ്പറേഷൻ സിന്ധൂർ ഈസ് നോട്ട് ടു കോൺകർ എനി ടെറിട്ടറി ഓഫ് പാകിസ്ഥാൻ. അതങ്ങനെയല്ല. അത് മാത്രമല്ല, പാകിസ്ഥാനെ സൈനികമായി ആക്രമിക്കുക എന്നതും അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല. കൃത്യമായ അജണ്ടയിലാണ് തീവ്രവാദ കേന്ദ്രങ്ങൾ അറ്റാക്ക് ചെയ്യുക. അങ്ങനെയാണ് ഈ 7-ാം തീയതി അറ്റാക്ക് തുടങ്ങുന്നത്, മെയ് 7-ാം തീയതി അറ്റാക്ക് തുടങ്ങുന്നത്. ആ ഒരു അറ്റാക്കിൻ്റെ ഒരു ഫലമായിട്ട് ഉണ്ടായ റിറ്റാലിയേഷനാണ് കുറച്ചുകൂടെ എസ്കലേഷൻ മോഡിലേക്ക് പോയത്. അത് പാകിസ്ഥാനാണ് ആദ്യമായി ഇന്ത്യയുടെ മറ്റ് കേന്ദ്രങ്ങൾ, ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ, നമ്മുടെ എയർഫീൽഡുകൾ ആക്രമിച്ചപ്പോൾ റിറ്റാലിയേഷൻ സംഭവിച്ചു. ഇവിടെ പാക് ഓക്യുപ്പൈഡ് കാശ്മീരെ 1 ഇഞ്ച് ഭൂമി പോലും പിടിക്കണം എന്ന ഒരു ഡിക്ലെയർഡ് ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഇന്ത്യക്ക് പറയാമായിരുന്നല്ലോ, ഈ ഒരു അവസരത്തിൽ അഡ്വാൻറ്റേജസ് പൊസിഷൻ ഉപയോഗിച്ച് സൈനികമായ ഇടപെടലിലൂടെ പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കാം. അങ്ങനെയല്ല, ഒരു മിലിറ്ററിക്ക് കൊടുത്തിരിക്കുന്ന ഒരു മാൻഡേറ്റ് അനുസരിച്ചല്ല ചെയ്യാനാവൂ. അതുകൊണ്ട് പ്രതിപക്ഷം ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ന്യായമുണ്ടെന്ന് കരുതാനാവില്ല. എന്തുകൊണ്ട് POK പിടിച്ചില്ല? 1. 2, എന്തുകൊണ്ട് ഒരു അഡ്വാൻറ്റേജിയസ് പൊസിഷനിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ട് ഏകപക്ഷീയമായി, അല്ലെങ്കിൽ പാകിസ്ഥാൻ സമാധാനം ആഗ്രഹിച്ചു, വെടിനിർത്തൽ ആഗ്രഹിച്ചു, അത് അമേരിക്കയുടെ ഇടപെടലോ ഇല്ലാതെ ആയിക്കൊള്ളട്ടെ, എന്തുകൊണ്ട് ഇന്ത്യ പിന്നാക്കം പോയി? ഇന്ത്യ എന്തുകൊണ്ട് വെടിനിർത്തലിനെ സമ്മതിച്ചു എന്നതാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ ഇതേ ചോദ്യം ചോദിക്കാമല്ലോ. 71-ലെ ബംഗ്ലാദേശ് യുദ്ധത്തിലും 65-ലെ ഇന്ത്യ പാക് യുദ്ധത്തിലും ഇന്ത്യക്ക് തീർച്ചയായും പാകിസ്ഥാന്റെ നല്ലൊരു പങ്ക്, പ്രത്യേകിച്ചും പാക് അധിനിവേശ കാശ്മീർ പൂർണ്ണമായും പിടിച്ചെടുക്കാമായിരുന്നു. ഇനി 47-ൽ തന്നെ പിടിച്ചെടുക്കാമായിരുന്നു. അത് ചെയ്തില്ല എന്ന് പറയുന്നത് അത് കോൺഗ്രസ് ഗവൺമെൻറ്റുകളായിരുന്നു. 47-ലും അതുപോലെ 47-48 കാലത്തും 65-ലും 71-ലും കോൺഗ്രസ് ഗവൺമെൻറ്റുകളായിരുന്നു. അപ്പോൾ അവിടെ ഒന്നും ചെയ്യാത്ത ഒരു പിടിച്ചെടുക്കൽ കാര്യം ഇപ്പോൾ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു റീഡിഫൈൻ അവർ പ്രയോറിറ്റീസ്. അപ്പോൾ പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കുക എന്നത് നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അത് അനൗൺസ് ചെയ്യും, തീർച്ചയായിട്ടും അത് ചെയ്യുകയും ചെയ്യും. രാഹുൽ ഗാന്ധി തുടർച്ചയായി ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങളിൽ, ട്വീറ്റുകളിൽ ഇതിൽ പറയുന്നത് ജയശങ്കർ മൗനത്തിലാണ് എന്നാണ്. ജയശങ്കർ എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ പോലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കോൺഗ്രസ് നേതാക്കൾ റീട്വീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ജയശങ്കർ ഒരു വിദേശ മാധ്യമപ്രവർത്തകന്റെ മുന്നിൽ പരുങ്ങുന്നതാണ്. താങ്കൾ ശ്രദ്ധിച്ചിരുന്നുവല്ലോ ആ കാര്യം. പക്ഷെ ഇത് കൃത്യമായിട്ട് ഇന്ത്യ ഒരു നിലപാടെടുത്തതാണല്ലോ. പാകിസ്ഥാനിലെ ഭീകരരെയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്, അവിടുത്തെ ജനങ്ങളെ അല്ല, സൈനികരെ അല്ല എന്നുള്ള കാര്യം. അപ്പോൾ അത് കോൺഗ്രസിന് വിശ്വാസമാകാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് ഓപ്പറേഷൻ സിന്ധൂർ പരാജയം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയോ ഉള്ള പ്രയത്നമാണ് ആ വീഡിയോയിലൊക്കെ തെളിഞ്ഞു കാണുന്നത് എന്ന് തോന്നുന്നില്ലേ? ഇതിൽ ജയശങ്കർ ഇതിൽ എന്ത് മറുപടിയാണ് നൽകേണ്ടത്? ഏത് മറുപടി രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും തൃപ്തിപ്പെടുത്തും? ശ്രീ മഞ്ജുഷ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് രാഹുൽ ഗാന്ധി 3 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതേപോലെ മറ്റൊരു 3 ചോദ്യങ്ങൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറോട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ 3 6 ചോദ്യങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളും. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഗവൺമെൻറ്റിനെ, പ്രതിപക്ഷത്തിൽ നിന്നുകൊണ്ട് ഗവൺമെൻറ്റിനെ ഉത്തരം മുട്ടിക്കുക എന്നതാണെങ്കിൽ വ്യക്തമായ ഉത്തരങ്ങൾ ഗവൺമെൻറ് ഓൾറെഡി തന്നതാണല്ലോ. ഗവൺമെൻറ് യാതൊരു രീതിയിലും കാര്യങ്ങൾ മറച്ചു വെച്ചില്ലല്ലോ. എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് മുൻകൂട്ടി പറഞ്ഞാണ്. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്താണ്? അത് ആർമി സ്പോക്സ് പേഴ്സൺസ് ആണ് പറഞ്ഞത്. മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ആർമി സ്പോക്സ് പേഴ്സൺസ് വിവരിച്ചതാണ്. അത് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നതിൻ്റെ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ലാൻഡ് അക്വിസിഷൻ അല്ല എന്ന് 100 വട്ടം അറിയാവുന്നതുമാണ്. ഇനി വിമാനങ്ങൾ താഴെ പോയത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എങ്ങനെയാണ് വിമാനം ഈ 6 ചോദ്യങ്ങൾ വിമാനങ്ങളുടെ കാര്യമില്ല കേട്ടോ. ഇപ്പോൾ വരുന്നതിൽ വിമാനങ്ങളുടെ കാര്യമില്ല. ഇപ്പോഴത്തെ കാര്യത്തിൽ മറ്റു കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ ഇവിടെ വായിച്ചുവല്ലോ, ട്രംപിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ. ട്രംപിന്റെ കാര്യം ആവർത്തിച്ചിട്ടുണ്ട്, മറ്റൊരു രീതിയിൽ ആവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളുടെ പിന്തുണ കിട്ടുന്നില്ല എന്നാണ്. പാകിസ്ഥാനി ഭീകരതയ്ക്കെതിരെ ഇന്ത്യ ശബ്ദമുയർത്തുമ്പോൾ അതിന് മറ്റു രാജ്യങ്ങളുടെ പിന്തുണ കിട്ടുന്നില്ല എന്നാണ്. അതിൽ വാസ്തവമുണ്ടോ രാഹുൽ പറയുന്നതിൽ? പക്ഷെ അതേ സമയത്ത് തന്നെ ശശി തരൂർ ഉൾപ്പെടുന്ന സംഘം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ട് പാക് ഭീകരതയ്ക്കെതിരെ
ഇന്ത്യയുടെ വാദം ശക്തമായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ അതിശക്തമായ നിലപാട് തന്നെ ഇപ്പോൾ കോൺഗ്രസിന്റെ എംപിമാർ സ്വീകരിക്കുകയാണ് അല്ലേ? ശ്രീ മഞ്ജുഷ്, ഈ പിന്തുണ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പഹൽഗാം ആക്രമണത്തെ ഇപ്പം പാശ്ചാത്യ ലോകത്തെ മിക്ക രാജ്യങ്ങളും അപലപിച്ചു. ആ അപലപിച്ചു എന്നത് തന്നെ പിന്തുണയുടെ അടിസ്ഥാനമല്ലേ? അതായത് സൈനിക നടപടി, ഇന്ത്യ ഒരു സൈനിക നടപടി എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു രാജ്യം പിന്തുണയ്ക്ക് എത്തണം എന്ന് ഇന്ത്യ അഭ്യർത്ഥിച്ചിട്ടില്ല, ഇന്ത്യ ആഗ്രഹിച്ചിട്ടില്ല. ആ സൈനിക നടപടി നേരിട്ട് ചെയ്യാനുള്ള ഒരു ധൈര്യവും അതിനുള്ള അന്തരീക്ഷവും ശക്തിയും എല്ലാം തന്നെ ഒരു പൊളിറ്റിക്കൽ വില്ലും ഇന്ത്യക്കുണ്ട്. അതനുസരിച്ച് ചെയ്തു. അവിടെ നമ്മൾ ഒരു സഖ്യകക്ഷിയുടെ സഹായം നമുക്ക് ആവശ്യമില്ല. യൂറോപ്യൻ യൂണിയൻ്റെയോ അമേരിക്കയുടെയോ മറ്റേതെങ്കിലും റഷ്യയുടെയോ ഒന്നും തന്നെ ഒരു സഹായം നമുക്ക് ആവശ്യമില്ല. പാകിസ്ഥാനും ആ രൂപത്തിൽ സഹായം കിട്ടിയിട്ടില്ലെന്ന് ഓർക്കണം. ഇപ്പോൾ തുർക്കിയും അസർബൈജാനും സഹായിച്ചു എന്ന് പറയുമ്പോഴും അത് ഏതാനും പ്രസ്താവനയുടെ രൂപത്തിൽ മാത്രമാണ്, അല്ലാതൊരു സഹായം ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇന്ത്യ അന്താരാഷ്ട്ര വേദിയിൽ പഹൽഗാമിനെതിരെയുള്ള ആ ആക്രമണം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പൂർണ്ണമായും ഒറ്റപ്പെട്ടു എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ആത്മാഭിമാനം, സൈനികരുടെ ഉൾപ്പെടെ ആത്മാഭിമാനം അടിയറ വെക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ഒരു നറേറ്റീവ് കൊടുക്കുകയാണ്. ഇന്ത്യ വാസ് ഓൾ അലോൺ, ഇന്ത്യ വാസ് നെവർ അലോൺ, ഇന്ത്യ ഹാഡ് ദ മോറൽ ബാക്കിംഗ് എഗൻസ്റ്റ് ടെറർ. അത് കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഡോക്ടർ ശശി തരൂർ ആൻഡ് കമ്പനി വിദേശത്തേക്ക് പോകുന്നത്. 40ഓളം പേരടങ്ങുന്ന 7 പ്രതിനിധി സംഘങ്ങൾ പോകുന്നത് ഹാർനസിംഗ് സപ്പോർട്ട്, അത് യുദ്ധത്തിനുള്ള സപ്പോർട്ടല്ല, ഓപ്പറേഷൻ സിന്ദൂറിനുള്ള സപ്പോർട്ട് അല്ല എന്നോർക്കണം. ഇന്ത്യ തീവ്രവാദത്തിനെതിരെ എടുക്കുന്ന പൊതു നിലപാടിനുള്ള ഐക്യദാർഢ്യം ലോകവേദികളിൽ, പ്രത്യേകിച്ച് പോകുന്ന രാജ്യങ്ങളുടെ പട്ടിക ഒന്ന് നോക്കൂ. ഈ പോകുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ എക്കാലത്തും ബന്ധം പുലർത്തിയ രാജ്യങ്ങളുണ്ട്, ശക്തമായ രാജ്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലെ സ്ഥിര അംഗങ്ങൾ, ചൈന ഒഴിച്ചുള്ളത്, സ്ഥിരമല്ലാത്ത 10 അംഗങ്ങളിൽ പാകിസ്ഥാൻ ഒഴിച്ചുള്ള രാജ്യങ്ങൾ, ഇവിടെ എല്ലാം തന്നെ പോകുന്നത് വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ്. എന്തെങ്കിലും ആശയക്കുഴപ്പം കാശ്മീരിനെ കുറിച്ചോ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചോ ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ ആശയക്കുഴപ്പം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പോകുന്നത്. ആ ഒരു ഫ്രെയിം, ടേംസ് ഓഫ് റെഫറൻസും വ്യക്തമായി പറയുമ്പോൾ മറ്റെന്ത് ആശയക്കുഴപ്പമാണ് എന്ന് എനിക്ക് സത്യമായിട്ട് മനസ്സിലാകുന്നില്ല മഞ്ജുഷ്. ശരി, ശ്രീ മിഥുൻ വിജയകുമാർ, ഇപ്പോൾ